വല്ലാതെ തെറ്റി. നീ കണ്ടതിലും കേട്ടതിലും ആഴങ്ങളുള്ള ഷാനു സുലൈമാന്റെ വേരുകൾ. അതിലും ആഴത്തില ഈ നസീം റാവുത്തറിന്റെ വേരുകൾ. അവളെ എന്തിനാടാ നിനക്ക്? അവള് നിന്റെ ജീവിതത്തിൽ വന്ന് കയറിയതിനു ശേഷം നിനക്ക് കഷ്ടകാലത്തിന് അയ്യരുകളിയല്ലടാ. നീ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ പഠിത്തം മുടങ്ങിയില്ലേ? നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്റെ ശത്രുക്കളായില്ലേ? എന്തിനാടാ? എന്തിനാ നിനക്ക് ആ ശാപം പിടിച്ചവളെ? സ്നേഹിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്റെ കുഞ്ഞ് അല്ല, ഷാനുവിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്നിടത്തോളം കാലം, അത് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിനക്ക് അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും സമാധാനത്തോടെ കൂടെ പൊറുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടാ, ഒരിക്കലും ഇല്ല. ആണത്തുള്ള ഒരുത്തനും അതിന് പറ്റില്ല. അതിന് നീ എത്ര വലിയ ആദർശ ധീരനാണെന്ന് പറഞ്ഞാലും നീ ഒരാണാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. നിന്നെ രക്ഷിക്കാൻ, നിന്നിലെ സർവ്വശാപങ്ങളും ഏറ്റെടുത്ത് നിന്നെ മോചിക്കാൻ അവതരിച്ച എന്നെ നീ തിരിച്ചറിയുന്ന തന്നെയാ എന്റെ വിശ്വാസം. എന്തിനടാ ഒന്നിനും കൊള്ളാത്ത അവളെ നിനക്ക്? എന്തിനാടാ ഏതോ കടപ്പുറത്തുകാരൻ ഷാനുവിന്റെ ഉച്ചിഷ്ടം നിനക്ക്? വിട്ടുതാടാ, അവളെ എനിക്ക് വിട്ടുകാടാ. നീയല്ല, സാക്ഷാൽ ചെകുത്താൻ നരകം വിട്ടിറങ്ങിയോന്ന് ചോദിച്ചാലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. നീയല്ലേ പറഞ്ഞത് അവള് ശാപം കിട്ടിയ പെണ്ണാന്ന്? പിന്നെ നിനക്ക് എന്തിനാടാ? കച്ചവടം ചെയ്യാൻ. അവള് വിശ്വസുന്ദരി ആയതുകൊണ്ടല്ല. അവളുടെ ഫോട്ടോയും വീഡിയോസും കാണിച്ച ആ ഷാനു സുലൈമാൻ ബാംഗ്ലൂർ ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് വാങ്ങിപ്പോയതുകൊണ്ടാ. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു പോയി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വെള്ളത്തിലാവില്ല എന്ന്. വഴി തടയാൻ നിന്നാൽ പൊന്നു മോനെ ആദിത്യ ഒരിഞ്ഞ് തള്ളുന്നില്ല ഞാൻ. നിക്കടവിടെ. എന്താടാ നീ പറഞ്ഞതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. ഞാൻ ജീവനോടുള്ളപ്പോൾ അവളുടെ ഒരു മുടിയഴകിൽ പോലും തൊടാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ലടാ. അതിനാർക്ക് വേണം നിന്റെ സമ്മതം? നിനക്ക് വേണം എൻ്റെ സമ്മതം. നിനക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണം എൻ്റെ സമ്മതം. കാരണം അവളെ എൻ്റെ മാത്രം പെണ്ണ എന്ന് നീ പറഞ്ഞാൽ മതി. പോരാ, അവള് പറയണം. അവള് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, 1000 തവണ. മനസ്സുകൊണ്ടും നാവുകൊണ്ടും. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനും ചെയ്യാം. ജയിക്കുന്ന ആരാ നമുക്ക് നോക്കാം. കേട്ടാടാ നസീം റാവുത്തർ. ചേച്ചി എന്താ ഈ പറയുന്നേ? ഇങ്ങനെയൊക്കെ ശക്തിയുള്ള സ്വാമിമാർ ഇപ്പോഴും ഉണ്ടോ? എന്നിട്ട് പിന്നെ സ്വാമി എന്തൊക്കെ പറഞ്ഞു? പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെ പരങ്ങുന്നേ? പരിങ്ങോ? ആര്? ഒന്നുമില്ല മോളെ. ദേ, ചേച്ചിനോട് കള്ളം പറയാൻ നോക്കണ്ട. അല്ല, ഒന്നുമില്ല. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും കുഞ്ഞറിയണ്ടെന്നാ ഞാൻ വിചാരിച്ചേ. അത് പിന്നെ ഞാനിവിടെ വന്ന് പറയരുതെന്ന് മുത്തശ്ശിയുടെ കർശന നിർദ്ദേശമുണ്ട്. അതൊന്നും സാരമില്ല, ചേച്ചി കാര്യം പറഞ്ഞേ. അത് പിന്നെ വേറൊന്നുമല്ല. സ്വാമി പറഞ്ഞു ചെമ്പകശ്ശേരിയിൽ പിറക്കാൻ പോകുന്ന 2 കുഞ്ഞുങ്ങളിൽ ഒന്നിന് ആയുസ് പഞ്ഞു വന്നു. മോളൊരുമിക്കണ്ട, അതൊരിക്കലും മോളുടെ കുഞ്ഞല്ല. ഇന്ന് അയാൾ പറഞ്ഞു. അയാളങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഈ സൂചനകളെ വെച്ച് നോക്കുമ്പോൾ അതാ നശിച്ചവളുടെ കുഞ്ഞ് തന്നെയായിരിക്കും. അതിന്റെ വിധി ചിലപ്പോ നമ്മുടെ കൈകൊണ്ട് മരിക്കാനായിരിക്കും. എന്തിനാ മോള് ഞെട്ടുന്നേ? ഒരു കുഞ്ഞ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ശപിക്കപ്പെട്ട സന്താനത്തിനെ കൊല്ലണ്ടേ? അതെല്ലാം മോൾ എനിക്ക് വിട്ടേക്ക്. ഈ ജന്മം അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ എനിക്ക് ജാതകവിധി ഉണ്ടാവും. ചെമ്പകശ്ശേരി തറവാടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലാനും മരിക്കാനും ഗോമതിക്ക് മടിയില്ല. കാരണം കേൾക്കുകയും കേൾക്കാതെയും ഞാൻ എന്നെ വിളിക്കുന്നതേ ചെമ്പകശ്ശേരി ഗോമതി എന്നാ.
എന്താ ആദ്യം മുഖം വല്ലാതിരിക്കുന്നേ? ഹേയ് ഒന്നുമില്ല. എന്നാ ആദ്യം പറഞ്ഞാ പറ്റില്ലല്ലോ. മുഖം കണ്ടാൽ അറിയാം കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? വരുന്ന വഴിയിൽ ഞാൻ അവനെ കണ്ടു. ഷാനു എന്ന് പറഞ്ഞു നടക്കുന്ന ആ തെമ്മാടിയെ. എന്നിട്ട് തന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് എന്നിട്ട് ആദ്യം എന്തു പറഞ്ഞു? ഞാനായിരിക്കും അവനെ കൊല്ലാൻ പോകുന്നതെന്ന് ഞാനും പറഞ്ഞു. അവന് തോന്നിക്കാണും ഞാൻ വെറുതെ ഒരു കൗണ്ടർ പറഞ്ഞാണ്. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യണ്ടേ? കൊല്ലല്ലാതെ വേറെ വഴിയില്ലേ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പൂജ അവനൊന്നും ചെയ്യില്ല. ആദ്യം സൂക്ഷിക്കണം. തനിക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രം എന്റെ പ്രാർത്ഥന. അതിനുവേണ്ടി മരിക്കാൻ പോലും ഞാൻ ഒരുക്കാം. ഹേയ് പൂജ, അരുത്. എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതിന് ഞാൻ എന്ത് പ്രതിഫല തനിക്ക് തരേണ്ടത്? പ്രതിഫലമൊന്നും മോഹിച്ചല്ല പൂജ ഞാനിതൊന്നും ചെയ്തത്. അറിയാം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മളെ ഒരാൾ സ്നേഹിക്കാനുണ്ടാവുന്നതാ. അതും നമ്മളെക്കാളേറെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാള്, വിതൗട്ട് എനി കണ്ടീഷൻ. ആ കാര്യത്തില് എന്നോളം ഭാഗ്യം ചെയ്ത ഒരാളില്ല.